ഹായ് ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് വാഗമണിലോട്ടാണ്. അതിൻ്റെ സന്തോഷമാണ്. ആശാത്തിക്ക് തുള്ളിച്ചാടിയാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് കാവടി തുള്ളി ഇറങ്ങിയാലും വണ്ടി കയറുമ്പോഴത്തേനും ആശാത്തി ഉറങ്ങും. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി. ഞങ്ങൾ നെടുങ്കണ്ടം വഴിയാണ് വാഗമണിന് പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിജനമായ സ്ഥലത്തൂടെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തും വീടുകളൊന്നുമില്ല. ഭയങ്കര മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഒരു മലയുടെ മണ്ടയിലൂടെയാണ് നമ്മളെ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും എല്ലാം തേയിലത്തോട്ടങ്ങളാണ് ഫുള്ള്. നല്ല വൈബാണ് സ്ഥലം കാണാനായിട്ടൊക്കെ. കാവടി തുള്ളിപ്പോയ ആളൊക്കെ കിടന്ന് ഉറങ്ങി. കണ്ടോ, രണ്ട് സൈഡും നല്ല തേയിലത്തോട്ടങ്ങളാണ്. ഇതിനകത്തൂടെ നമ്മൾ മാത്രമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ മലയുടെ സൈഡുകളിലൂടെ എല്ലാം തേയിലത്തോട്ടങ്ങളാണ്. കാണാൻ നല്ല ഭംഗിയാട്ടോ. കുറേ കിടന്ന് ഉറങ്ങിയ ആളെ ഫ്രണ്ടിൽ വന്ന് എൻ്റെ കൂടെ വന്നിരുന്നിട്ട് എനിക്ക് പോലും സ്ഥലം തരുന്നില്ല. ഒരു ശകലം പോലും സ്ഥലം തരാതെ ഫ്രണ്ടിൽ വന്ന് എൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം അടുത്ത് എത്താറായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ വാഗമൺ മൊട്ടക്കുന്നിൻ്റെ ഒക്കെ അടുത്തോട്ട് എത്താറായപ്പോഴത്തേനും വഴി സൈഡ് ഫുള്ള് കടകളാണ്. ഒരാൾ തലയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ മൊട്ടക്കുന്നിൻ്റെ അടുത്ത് എത്താറായി. നമ്മൾ മൊട്ടക്കുന്ന് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്രിഡ്ജൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ദേ വാഗമൺ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ പാർക്ക് ചെയ്തില്ല. കാര്യം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോവുകയാണ്. അവിടത്തേക്ക് പോകാനായിട്ട് കുറച്ചും കൂടെ ദൂരം ഉള്ളത് കൊണ്ട് നമ്മൾ വണ്ടിയിൽ തന്നെ പോയി. ഇവിടുന്ന് അങ്ങോട്ട് കടക്കണമെങ്കിൽ നമുക്ക് പാസ് എടുക്കണം. ഇതാണ് അവിടുത്തെ ഗാർഡൻ. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തു തന്നു. ഇനി നമ്മൾ പോകുന്നത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തോട്ടാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതും അതിൽ കയറുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ദേ അവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ എല്ലാം കാണാനായിട്ട്. കുറച്ചും കൂടെ ദൂരത്തോട്ട് പോയാലേ ഉള്ളൂ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ പോയ സമയം ഭയങ്കര മോശമായിപ്പോയി. അതിനനുസരിച്ച് ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ തുറക്കും കൊടുക്കുന്നില്ല. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് കാണണമെന്ന്. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു. പക്ഷെ നമുക്ക് കയറാനായിട്ട് സാധിച്ചില്ല. ഇപ്പം അത് ഓപ്പൺ ആക്കി കൊടുക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. ഈ കാണുന്നതാണ് റോക്കറ്റ് എജക്ടർ. കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എന്നെ കയറ്റിയില്ല. അതുപോലെ സൈക്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറി പോവാണ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. എന്നാ പറയാൻ, അടിപൊളി വ്യൂ ആണ് മുകളിൽ നിന്ന് നോക്കാനായിട്ട്. അങ്ങനെ ഞൂനിക്ക് കളിക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ പാർക്കിലൊക്കെ കയറ്റിച്ചു. ഇതിന് കളിക്കാൻ വേണ്ടിയിട്ട് 250 രൂപയാണ് ഫീസ്. ഇതിൻ്റെ കൂടത്ത് VR വീഡിയോ കാണാനും നമുക്ക് അവസരം ഉണ്ടായിരുന്നു. 10 മിനിറ്റാണ് ഇവിടെ കളിക്കാനായിട്ട്. അങ്ങനെ കുറേ പിള്ളേരുടെ കൂടെ ഞൂനി കിടന്ന് തുള്ളുന്നുണ്ട്. ബോളൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. സ്ലൈഡിൽ കൂടെ എല്ലാം കയറി മീഞ്ഞ് കളിക്കുന്നുണ്ട്. അങ്ങനെ VR വീഡിയോ കാണാൻ വേണ്ടി ഒരാൾ കയറി ആടി ഉലയുന്നുണ്ട്. എന്താണോ എന്തോ കാണുന്നതെന്ന് അറിയാൻ മേല ആടി ഉലയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ പൊട്ടിച്ച് താഴെ വീഴുമായിരിക്കും. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട്. അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ.